ഈ 2026-ലും ഒരു യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർ ഭാവിയിൽ ഒരു 5 വർഷം കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡു യു നോ വൈ? കാരണം ഫ്യൂച്ചറിൽ നിങ്ങളുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസോ കൊണ്ട് മാത്രമായിരിക്കില്ല, മറിച്ച് ഒരു സോഷ്യൽ സ്പേസിൽ എത്രമാത്രം ആളുകൾ നിങ്ങളെ അറിയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമെന്നുള്ളതല്ല, മറിച്ച് ആരെല്ലാം നിങ്ങളെ അറിയുന്നു എന്നതിലാണ് കാര്യം. ഏവർക്കും ടൈം ടോക്സ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ചില സമകാലിക വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളും പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾക്കറിയാം, മുമ്പൊക്കെ ആളുകൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പലപ്പോഴും ഒരു ട്രെൻഡ് എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ആളുകൾ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് പറയാവുന്നതും അറിയാവുന്നതും ചെയ്യാവുന്നതുമായ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്ത് എന്തിനേറെ അവർ സ്വന്തമായൊരു ബ്രാൻഡ് തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നു. അതാണ് അറ്റൻഷൻ എക്കോണമി. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ലോകവും ഇവിടുത്തെ ജനങ്ങളും ഒരു പുതിയ എക്കോണമിയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറ്റൻഷൻ എക്കോണമി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. ഇന്നത്തെ കാലത്ത് ആർക്കാണ് കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടുന്നത്? അവർക്കാണ് ഇൻഫ്ലുവൻസ്, അവർക്കാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ആളുകൾ ജോലി അന്വേഷിച്ച് നടന്നിരുന്നൊരു സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും സ്വന്തമായി കുറച്ച് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാനാണ് പലരും ശ്രമിക്കുന്നത്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വളരെ കൺസിസ്റ്റൻ്റായി കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇത്തരക്കാർ അവരുടെ ഓഡിയൻസിനിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും പലപ്പോഴും. മറ്റൊരു എക്സാമ്പിൾ എടുത്താൽ, ഒരു ആവറേജ് നോളജ് ഉള്ള ഒരാൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ റീച്ച് കിട്ടും. പക്ഷേ ഒരു ഹൈലി നോളജബിൾ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? അയാൾ പതിയെ ഇൻവിസിബിളായി മാറും. അതാണ് ഈ 2026 റിയാലിറ്റി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ന് പലർക്കും അറ്റൻഷൻ സ്പാൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഒരു കഥ എഴുതാനോ അല്ലെങ്കിൽ ഒരു സിനിമ മുഴുവനായി ഒറ്റ ഇരിപ്പിലിരുന്ന് കണ്ടു തീർക്കാനോ പലരെ കൊണ്ട് സാധിക്കാറില്ല. മറിച്ച് 15-20 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള 100 കണക്കിന് യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് കാണുക എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ കോണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് ഓൾറെഡി ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് അവരെയും പ്രതീക്ഷ അവിടെ ഇരിക്കുന്നുണ്ട്. ഓൾ ദ ഹാവ് ടു ഡു ഇസ് നല്ല ക്വാളിറ്റിയും ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കൺസിസ്റ്റൻ്റായി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് അത്തരത്തിലുള്ള ഓഡിയൻസുമായി ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. യൂട്യൂബ് ഇന്ന് പലരുടെയും ഒരു ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആണെന്ന് വേണം പറയാൻ. നമുക്കറിയാം, നമ്മളെ ചുറ്റിലും ഒരു ഡിഗ്രിയുള്ള ലക്ഷക്കണക്കിനുള്ള ആളുകളുണ്ട്, പക്ഷേ റെക്കഗ്നിഷനുള്ള ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ആരും അറിയുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ജോബ് മാർക്കറ്റിലാണെങ്കിലും നമ്മുടെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ ഒരു സോഷ്യൽ വിസിബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാൾ എന്ത് തന്നെ പറയുകയാണെങ്കിലും അത് കാണാനും കേൾക്കാനും ഓർക്കപ്പെടാനും ആളുകളുണ്ട്. അതിനെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുക. ഞാനൊരു MNCയിൽ 6-7 വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇന്ന് പല കമ്പനികളും അവിടുത്തെ സ്റ്റാഫ്സിനും അവിടുത്തെ എംപ്ലോയീസിനും എത്രമാത്രം ഓൺലൈൻ പ്രസൻസ് ഉണ്ടെന്ന് ഇവരെ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല ക്ലയൻസും ഈ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ്റെയോ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചാണ്. സോ അത്തരത്തിലുള്ള പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യുന്നതോടുകൂടി തന്നെ പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്ന് യൂട്യൂബ് എന്നുള്ളത് വെറും ഒരു വരുമാന മാർഗം മാത്രമല്ല, അതൊരു ഫ്രീഡം പ്ലാറ്റ്ഫോം കൂടിയാണ്. നമ്മുടെ സാധാരണ ജോലി, അതായത് ഈ ട്രഡീഷണൽ 9 to 5 ജോബിൽ പലപ്പോഴും ടൈം ഈക്വൽസ് മണി എന്നാണ് പറയുക. നമ്മൾ എത്ര സമയം ജോലി ചെയ്യുന്നോ അതിന് ആനുപാതികമായിട്ടുള്ള ശമ്പളം മാത്രമേ നമുക്ക് ലഭിക്കൂ. പക്ഷേ യൂട്യൂബ് ഒരു ഡിഫറൻറ്റ് സിസ്റ്റമാണ്. അവിടെ കോണ്ടന്റിനാണ് പ്രാധാന്യം. അതും വളരെ കൺസിസ്റ്റൻ്റായി ചെയ്യുന്ന ഒരാൾക്ക് ലോങ് ടേമിൽ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇന്നൊരു വീഡിയോ ചെയ്ത് അത് റെലവൻ്റ് ആണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ സമയത്തിൻ്റെ ഒരു പരിമിതി യൂട്യൂബിനില്ല. അതുകൊണ്ട് തന്നെ ആഡ് റവന്യൂ, ബ്രാൻഡ് ഡീൽസ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലുള്ള പല വഴിയിലൂടെയും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതൊരു സ്ലോലി ബിൽഡ് ആവുന്നൊരു പ്രോസസ്സാണ്. സമയമെടുക്കും. ബട്ട് വൺസ് അതൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു അബ്സല്യൂട്ട് ഫ്രീഡമാണ്, പേഴ്സണലി ആൻഡ് ഫൈനാൻഷ്യലി. ഇന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന പലരും അവരറിഞ്ഞോ അറിയാതെ തന്നെ അവരുടെ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. തുടക്കത്തിലൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ വളരെ ഓക്വേർഡായി ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് അങ്ങോട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവലും ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ശേഷം നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഫിയർ അല്ലെങ്കിൽ ഭയം ഉണ്ടായിരിക്കില്ല. അതുമാത്രമല്ല, അവരുടെ പ്രസൻറ്റേഷൻ സ്കില്ലാണെങ്കിലും ഇനി ഒരു വീഡിയോ എഡിറ്റിംഗ് സ്കില്ലാണെങ്കിലും അതോടൊപ്പം തന്നെ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനുള്ള അവരുടെ റീസെർച്ച് സ്കില്ലാണെങ്കിലും ഒരു പ്രൊഫഷണൽ ലെവലിലോട്ട് മാറും. നാളെ നിങ്ങളൊരു സക്സസ്ഫുൾ യൂട്യൂബർ ആയിട്ടില്ലെങ്കിൽ കൂടെ ഇത്തരത്തിലുള്ള സ്കിൽസ് മാർക്കറ്റിൽ ഹൈലി ഡിമാൻഡഡ് ആണ്.
ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് ഒരു സ്കിൽ ഡെവലപ്പിംഗ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം. എന്നാൽ പലരും ഇന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ ഉള്ളിലുള്ള ഭയമാണ്. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടൊന്നുമില്ല, ആ ഭയമാണ് അവർ പലപ്പോഴും പിന്നോട്ട് വലിക്കുന്നത്. ആളുകൾ എന്ത് വിചാരിക്കും, എനിക്കൊരു പെർഫെക്റ്റ് സെറ്റപ്പ് ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ഇച്ചിരി കുറവാണെന്നൊക്കെ ഓരോ കാരണങ്ങൾ അവർ സ്വയം കണ്ടെത്തും. എന്നാൽ റിയാലിറ്റി മറ്റൊന്നാണ്. നോബഡി കെയർസ് ആസ് മച്ച് ആസ് യു തിങ്ക്. ആളുകൾ അവരവരുടെ ലൈഫിൽ ബിസിയാണ്. നിങ്ങളെ വീഡിയോസ് ഇരുന്ന് കണ്ട് അത് അനലൈസ് ചെയ്യാനുള്ള സമയമൊന്നും അവർക്കില്ല. നിങ്ങൾ ആദ്യം ചെയ്യുന്നൊരു വീഡിയോ ഒരു പക്ഷേ പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ബട്ട് കണ്ടിന്യൂസും കൺസിസ്റ്റൻ്റായി ചെയ്യുന്ന വീഡിയോ ഒരു പക്ഷേ നിങ്ങളെ 50ാമത്തെ വീഡിയോ, അത് നിങ്ങൾ സ്വയം ഇരുന്ന് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെ സർപ്രൈസ്ഡ് ആയി പോയേക്കാം. സോ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മിത്താണ്. പ്രോഗ്രസ് ആണ് റിയൽ. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇനിയും ലേറ്റ് ആക്കുന്നത്? ഓൾറെഡി മാർക്കറ്റിൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. പക്ഷേ കഴിയുന്നത് നേരത്തെ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു കോമ്പൗണ്ടിങ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. പിന്നീട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യാനും ഈ വ്യൂസൊക്കെ ഒന്ന് ആക്റ്റീവായി വരാനും പലപ്പോഴും നല്ല സമയമെടുക്കും. അതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കറക്റ്റ് സമയം എന്ന് പറയുന്നത് അതിപ്പോഴാണ്, റൈറ്റ് നൗ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി 1-2 വർഷം കഴിഞ്ഞ് നിങ്ങളെ പ്ലേലിസ്റ്റിൽ ഒരൊറ്റ വീഡിയോസ് പോലും ഇല്ലാത്ത ഒരാളായിരിക്കണോ, അതോ നല്ല ക്വാളിറ്റിയുള്ള 100 കണക്കിന് വീഡിയോസ് ഉള്ള ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആയിരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ചോയ്സ് ഇസ് വെരി സിമ്പിൾ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ഇതൊരു തുടക്കമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മറിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഞാനും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും റൈറ്റ് ഡൗൺ ഇൻ ദ കോമൻറ്റ്സ് ബിലോ. അത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ചെയ്യാൻ എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.